ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. We know that all things work together for good for those who love God, who are called according to His purpose. Letter to Romans chapter 8 verse 28. സ്നേഹം നിറഞ്ഞവരെ, ജീവിതയാത്രയിലെ വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ചോദ്യം, വൈ ഗോഡ്, ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും വിലപിക്കുകയും പലപ്പോഴും സങ്കടപ്പെടുകയും പരിതപിക്കുകയും മറുതലിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ നമ്മളിലൊക്കെ ഓരോരുത്തരിലും നമ്മളുടെ കൂടെ ഉണ്ടാകാണ്. പക്ഷേ ദൈവം മനോഹരമായ പദ്ധതിക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മളെ അണിയിച്ചൊരുക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ടിലേക്ക് ഒരുപക്ഷെ എൻഡ് റിസൾട്ട് നമ്മളെ കാണിച്ചുകൊണ്ടല്ല, അതിൻ്റെ അവസാനത്തെ ഫലം കാണിച്ചുകൊണ്ടല്ല നമ്മെ അങ്ങനെ ഒരുക്കുന്നതെന്ന് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മറുതലിക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ വലിയ ഇതൊക്കെ ദൈവിക പദ്ധതിയാണോ എന്നൊക്കെ നമ്മൾ വളരെ സങ്കടത്തോടു കൂടി അന്വേഷിക്കുന്നത്. എന്നാൽ എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നതാണ് ദൈവമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം. പല അനുഭവങ്ങൾ, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ പല അനുഭവങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാകും. ഇത് ദൈവം നയിച്ച വഴികൾ ഒരുപക്ഷെ പഠന മേഖലയിലാകാം, ജോലി മേഖലയിലാകാം, കുടുംബ ജീവിതത്തിൻ്റെ മേഖലയിലാകാം, സമർപ്പിത ജീവിതത്തിൻ്റെ മേഖലയിലാകാം. പല രീതിയിൽ ഒരു വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ പക്ഷെ ദൈവം കൈപിടിച്ച് ഇതിന് വേണ്ടിയായിരുന്നു, ഇതിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ എന്നെ നയിച്ചതെന്ന് തിരിച്ചറിഞ്ഞ ഒത്തിരിയേറെ മഹത് വ്യക്തിത്വങ്ങളോടൊപ്പം തന്നെ ഈ വചനത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരാൻ നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ. നമുക്ക് സ്വീകരിക്കാം കർത്താവിൻ്റെ ചൈതന്യത്തെ. ഈശോ സ്ഥാനത്തിലേക്ക് നീങ്ങുന്നതുകൊണ്ട് നമ്മുടെ പദ്ധതികളെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. അത് വേദന വരുമ്പോഴും വിഷമം വന്നു എന്നുള്ളതെല്ലാം, ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറണമേ എന്ന്, എൻ്റെ ഹിതമില്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ ഹിതം നിറവേറത്തക്ക വിധം പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമ്മയുടെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ ആരാധനയും എല്ലാ